വളരെ പെട്ടെന്ന് തന്നെ വലിയ റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള 5 സ്റ്റോക്കുകളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് ഇത് വലിയ റിട്ടേൺസ് തരാൻ സാധ്യതയുണ്ടെന്ന് പറയാൻ കാരണം, ഈ സ്റ്റോക്കുകളൊക്കെ ഒരു ബ്രേക്ക് ഔട്ട് ഏരിയയിൽ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഏരിയയിലാണ്. ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഈ സ്റ്റോക്കുകൾ ബ്രേക്ക് ഔട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഹൈ മൊമെൻറ്റം ഉണ്ട്, അല്ലെങ്കിൽ ഹൈ ഡെലിവറി വോളിയം കാണിക്കുന്നുണ്ട്. അതായത് ഒരു നല്ല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്ന, അല്ലെങ്കിൽ ഹയർ പ്രൈസിലും വളരെ അഗ്രസീവായിട്ട് ബൈയിങ് നടക്കുന്ന ടൈപ്പ് സ്റ്റോക്കുകളാണ് ഞാൻ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത്. സോ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. ഞാനൊരു സ്ക്രീൻ ഷെയർ ചെയ്തിട്ടായിരിക്കും വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇതാണ്. സ്റ്റോക്കിൻ്റെ പേര് ആക്ച്വലി ഈ സ്റ്റോക്കിൻ്റെ പേര് വരുന്നത് ശ്രീ ദിഗ്വിജയ് സിമെൻറ്റ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. അപ്പം ഇത് നിങ്ങളുടെ ബ്രോക്കറുടെ അക്കൗണ്ടിൽ പോയിട്ട് ഇതാണ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ പേരടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കിട്ടണമെന്നില്ല, പക്ഷേ അതിന് പകരം SHREDIGCEM എന്നടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സ്റ്റോക്ക് കിട്ടും. സ്റ്റോക്ക് ഇപ്പോൾ കറൻ്റ് ട്രേഡ് ചെയ്യുന്നത് 113.90 എന്നുള്ള പ്രൈസ് റേഞ്ചിലാണ് ട്രേഡ് ചെയ്യുന്നത്. സോ ഇതിലിനി എങ്ങനെയാണ് സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് എങ്ങനെ വെക്കണം? നിങ്ങളിപ്പം നാളെയാണ്, അല്ലെങ്കിൽ ഈ 113.90 ട്രേഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 20% റിട്ടേൺസ് ആണ് നമുക്ക് കിട്ടാൻ പോസിബിലിറ്റി ഉള്ളത്. ചിലപ്പോൾ അതിനേറെ കൂടാൻ ചാൻസ് ഉണ്ട്, പക്ഷേ മാർക്കറ്റ് സിറ്റുവേഷൻ കുറച്ച് മോശം സിറ്റുവേഷൻ ആയതുകൊണ്ടാണ് ഞാൻ 20% ടാർഗറ്റ് വരുന്നത്. അല്ലെങ്കിൽ 30-35 ഒക്കെ എടുക്കാൻ പറ്റും. നിങ്ങൾക്ക് കുറച്ച് റിസ്ക് എടുക്കാൻ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ 30-35 ഇടുന്നതുകൊണ്ട് യാതൊരുവിധ പ്രശ്നമല്ല, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് വരുന്നത് 10-15%. മാക്സിമം ഒരു നിങ്ങൾക്ക് 10% സ്റ്റോപ്പ് ലോസ് വെക്കുക എന്ന് പറയുന്നത് വളരെ നല്ലൊരു സ്റ്റോപ്പ് ലോസ് ആണ്. അതായത് ടെക്നിക്കലി ഏറ്റവും ബെസ്റ്റ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് 10% ആണ്. പക്ഷേ നിങ്ങൾ കുറച്ചും കൂടെ റിസ്ക് എടുക്കാൻ റെഡിയാണ്, അതായത് കുറച്ചും കൂടെ ഹോൾഡ് ചെയ്യാനൊക്കെ ഓക്കെ ആണ്. അഥവാ പെട്ടെന്നൊരു ഫോളോ വന്നാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാനൊക്കെ ഉള്ള ധൈര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 15% വരെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ഹോൾഡ് ചെയ്യാം. സോ ഫസ്റ്റ് സ്റ്റോക്ക് ഇതാണ്. ഇനി സെക്കൻഡ് സ്റ്റോക്ക് എന്ന് പറയുന്നത് ക്രസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഓക്കെ, ഇതാണ് ക്രസ്റ്റ് എന്ന് പറയുന്ന സ്റ്റോക്ക്. ഇതിൽ ആക്ച്വലി ഇപ്പോൾ കറൻറ്റ് ട്രേഡ് ചെയ്യുന്നത് 346 അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് നമുക്ക്, എനിക്ക് തോന്നുന്നു ഒരു 1-2 ബിഗ് ക്യാൻഡിൽസ്, ഒരു 2 ക്യാൻഡിൽസേ മാക്സിമം ഇനി ഉണ്ടാവാൻ ചാൻസ് ഉള്ളൂ. അതായത് ഒരു 30% വരെ മൂവ്മെൻറ്റ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുള്ളൂ മാക്സിമം ഇതിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 25%ഓളം നമുക്ക് ഇതിൽ ഇനി എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും, റിട്ടേൺസ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു 20% മതി. നമ്മളിപ്പോൾ 25 എന്ന് പറയുമ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യണം നിർബന്ധമല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ റിസ്ക് റിവാർഡിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 25% റിട്ടേൺസ് ആണ്. അപ്പോൾ സ്റ്റോപ്പ് ലോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 10-15% ആണ് സ്റ്റോപ്പ് ലോസ് വരേണ്ടത്. കുഴപ്പമില്ല. ഈ സ്റ്റോക്കിൻ്റെ സിറ്റുവേഷൻ എന്ന് പറയുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, എപ്പോഴും ഒരു ഹെൽത്തി കറക്ഷൻസിന് ശേഷം ഉണ്ടാവുന്ന മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ബിഗ് മൂവ്മെൻറ്റ് നടക്കുന്നു, കറക്ഷൻ വരുന്നു, ബിഗ് മൂവ്മെൻറ്റ് നടക്കുന്നു, പിന്നീട് കുറേ ടൈം കറക്റ്റ് ചെയ്യുന്നു, ബിഗ് മൂവ്മെൻറ്റ് നടക്കുന്നു, പിന്നെ ഒരുപാട് ടൈം കറക്റ്റ് ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ ഞാൻ മുൻപ് ഒരു സ്റ്റോക്കിൽ ഇതുപോലെ ഹൈ അപ്സൈഡ് വന്ന സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റോക്ക് ഒരു എന്താ പറയുക, ഒരു റേഞ്ച് ക്രിയേറ്റ് ചെയ്യും, ഒരു റേഞ്ചിൽ വളരെ ഹൈ മൊമെൻറ്റത്തിൽ ഒരു വലിയ ബിഗ് ക്യാൻഡിൽ വിത്ത് വോളിയം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൺസോളിഡേറ്റ് ചെയ്തിട്ട് പിന്നീട് അവിടുന്ന് ബ്രേക്ക് നടക്കുമ്പോൾ അത് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് നടക്കാറുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്തരത്തിലൊരു സ്ട്രാറ്റജി വെച്ചിട്ടാണ് ഈ സ്റ്റോക്ക് നമ്മൾ വീണ്ടും സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ക്രസ്റ്റാണ് രണ്ടാമത്തെ സ്റ്റോക്ക്, 346 രൂപ. സ്റ്റോപ്പ് ലോസ് വരുന്നത് 10-15 സ്റ്റോപ്പ് ലോസ്, 25+ ടാർഗറ്റ്. ഇനി മൂന്നാമത്തെ സ്റ്റോക്ക് വാസ്കോനെക് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. സോ ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്, കഴിഞ്ഞ വീഡിയോ ഞാൻ ചെയ്ത സമയത്ത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മനസ്സിലാവുന്നില്ല സ്റ്റോക്കുകൾ, അപ്പോൾ ഒന്ന് വലുതാക്കി എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് എഴുതിയിട്ടുള്ളത്. സോ സെയിം ഈ സ്റ്റോക്കിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത്, സ്റ്റോക്കിൻ്റെ ഒരു സാധാരണ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇതിൻ്റെ ഒരു ഫോഴ്സ് സാധാരണ ഉണ്ടാവാറ്. അപ്പം അങ്ങനെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ 104 വരെയാണ് ഇതിനൊരു ഫോഴ്സ് ഈ സ്റ്റോക്കിന് ഉണ്ടാവാനുള്ള പോസിബിലിറ്റി എന്ന് തോന്നുന്നു. അപ്പോൾ 104 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇവിടുന്ന് ഇനി 20% ആണ് ഇനി അപ്സൈഡ്, ഫ്രീ അപ്സൈഡിനുള്ള പോസിബിലിറ്റി ഉള്ളത്. സോ അങ്ങനെ 20% ടാർഗറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് ആയിട്ട് വരുന്നത് 10-15% ആണ്. ഈ 20% എന്ന് പറയുന്നത് നിങ്ങൾ കറക്റ്റ് 20 തന്നെ എക്സിറ്റ് ചെയ്യണമെന്നുള്ളതല്ല, പക്ഷേ മിനിമം നമുക്ക് 20 കിട്ടും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. സോ ഇതിൽ സ്റ്റോപ്പ് ലോസ് ഒരു 15 വെക്കുകയെന്നുണ്ടെങ്കിൽ 73 സ്റ്റോപ്പ് ലോസ് വരുന്നത്. 10 ആണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് 76 ലെവലിലായിരിക്കും. സോ ഇതാണ് മൂന്നാമത്തെ സ്റ്റോക്ക്, വാസ്കോനെക് എന്ന് പറയുന്ന സ്റ്റോക്ക്. അതിനുശേഷം അജ്മേറ എന്ന് പറയുന്ന സ്റ്റോക്കാണ് നാലാമത്തെ സ്റ്റോക്ക് വരുന്നത്.
സോ ഇതിൽ ഓൾമോസ്റ്റ് ഒരു ബിഗ് അപ്സൈഡ് ഓൾറെഡി ഈ സ്റ്റോക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കുന്ന സമയത്ത് ഇത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു അപ്സൈഡാണ്. അതായത് ഇപ്പം നമ്മളിവിടെ നോക്കുന്നുണ്ടെങ്കിൽ ഹ്യൂജ് ആയിട്ടുള്ളൊരു ഫോളിന് ശേഷം വളരെ സ്ലോ ആയിട്ടുള്ളൊരു അപ്സൈഡാണ് തന്നത്. അതായത് ഒരു പൊട്ടൻഷ്യൽ അപ്സൈഡ് ഇതിന് ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഏതൊരു സ്റ്റോക്കും ഒരു പീക്കിലെത്തുന്നത്, അതിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ പീക്കിലെത്തുന്നത് ഒരു ബിഗ് അപ്പ് മൂവ്മെൻറ്റിന് ശേഷമായിരിക്കും. അപ്പോൾ അത്തരത്തിലൊരു ബിഗ് മൂവ്മെൻറ്റ് ഇതിൽ നടന്നിട്ടില്ല. ഇപ്പം ഒരു ദിവസത്തെ ക്യാൻഡിലാണിത്, പക്ഷേ ഒരു 2-3 ദിവസത്തെ ഒരു ബിഗ് മൂവ്മെൻറ്റിനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് എത്ര അപ്സൈഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് അറ്റ്ലീസ്റ്റ് ഇത്രയും മൂവ്മെൻറ്റെങ്കിലും നടക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്, 84%. അപ്പം ഓൾമോസ്റ്റ് 731 വരെ പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഒരു 40% വരെയൊക്കെ, 40% അല്ല, ഓൾറെഡി ഇത് കുറച്ച് മൂവ്മെൻറ്റ് തന്നുകൊണ്ട് തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു 25% ആണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇതിൽ ഇവിടുന്ന് 584 ബൈ ചെയ്തിട്ട് 20%ഓളം ടാർഗറ്റാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും സ്റ്റോപ്പ് ലോസ് വരേണ്ടത് 10 to 15 റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻഡലിൻ്റെ താഴെ ഓൾമോസ്റ്റ് ഒരു 498 നിങ്ങൾക്ക് സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് നാലാമത്തെ സ്റ്റോക്ക്. ഇനി അഞ്ചാമത്തെ സ്റ്റോക്കിൻ്റെ പേര് കരിയർ പി എന്ന് പറയുന്ന സ്റ്റോക്കാണ്. കരിയർ പി അതിൻ്റെ ഫുൾ എന്താണെന്നുള്ളത് നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കേണ്ടി വരും. എനിവേ, ഇതാണ് ഇതിൻ്റെ സ്റ്റോക്കിൻ്റെ പേര് വരുന്നത്. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സോ ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പൊട്ടൻഷ്യൽ അപ്സൈഡ് തന്നതിന് ശേഷം ഒരുപാട് ടൈം ഇത് കറക്റ്റ് ചെയ്തു. അതിനുശേഷം വളരെ ഹ്യൂജ് ആയിട്ടുള്ള ക്യാൻഡിൽസ് വിത്ത് വോളിയം ഇത് അപ്സൈഡിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബ്രേക്ക് ഔട്ട് ഏരിയയിലാണ് ഈ സ്റ്റോക്ക് ഇപ്പോൾ കറൻ്റ്ലി നിൽക്കുന്നത്. വളരെ കൃത്യമായിട്ടുള്ളൊരു ബ്രേക്ക് ഔട്ട് ഏരിയയിലാണ് നിൽക്കുന്നത്. പക്ഷേ സ്റ്റിൽ അത് ബ്രേക്ക് ചെയ്ത് പോകാനുള്ള ഒരു ഫോഴ്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. കാരണം ഒരുപാട് റീസൺസ് ഉണ്ട്. ഞാൻ എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ ലെങ്തി ആവും. അപ്പോൾ അതുകൊണ്ട് ഒരു പൊട്ടൻഷ്യൽ ബ്രേക്ക് ഔട്ട് ഓൾറെഡി നടത്തി അവിടെ കൺസോളിഡേറ്റ് ചെയ്ത് ഒരു ബിഗ് ക്യാൻഡിൽ ക്രിയേറ്റ് ചെയ്തു വിത്ത് വോളിയം. അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്റ്റോക്കായിട്ടാണ് ഇത് തോന്നുന്നത്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ചിലപ്പം ഇതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പിന്നീടായിരിക്കും ചിലപ്പോൾ മുകളിലോട്ട് പോകുന്നത്. അപ്പം അങ്ങനെ വന്നാലും പാനിക് ആവേണ്ട ആവശ്യമില്ല. ഇനി അതല്ല, നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് ഇതൊന്ന് കറക്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ബൈ ചെയ്താലും മതി. പക്ഷേ നിങ്ങൾ ഈ ഒരു പോയിന്റിൽ ബൈ ചെയ്തിട്ട് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 30. ഒപ്പം ഓൾമോസ്റ്റ് ഇതും 20%. കാരണം ഓൾറെഡി നമുക്ക് മൂവ്മെൻറ്റ് തന്നുകൊണ്ട് തന്നെ ഒരു 17 to 20% നമുക്ക് ടാർഗറ്റ് ഇടാം വിത്ത് 10 to 15 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ടാർഗറ്റ് ഇടാം. സോ ഇതാണ് ഓവറോൾ 5 സ്റ്റോക്സ് എന്ന് പറയുന്നത്. സോ ഇനി ബാക്കി അപ്ഡേറ്റ്സിന് വേണ്ടിയിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ബാക്കി എന്തെങ്കിലും ഇതിനെക്കുറിച്ചിട്ടുള്ള ബാക്കി കാര്യങ്ങളും അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഷെയർ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.